നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില പ്രധാന കാര്യങ്ങൾ തന്നെയാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് അത് യാദൃശികമല്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഭഗവാൻ കൃത്യമായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭഗവാനുമായി ബന്ധപ്പെട്ട ആ പ്രധാന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഈ സമയം നിങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ പാതയിലേക്ക് പ്രവേശിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചം അപ്രതീക്ഷിതമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്ക് നിങ്ങൾ നടക്കുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലവിധ ദുഃഖങ്ങളും അതേപോലെ തന്നെ സുഖമാണ് എങ്കിലും അത് നീണ്ടു നിൽക്കാത്ത സുഖം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ പലപ്പോഴും പല കാര്യങ്ങളും അത് യാഥാർത്ഥ്യബോധത്തോടെ ചിന്തിച്ച് തീരുമാനിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും ഒരു ഭയം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പല കാര്യങ്ങളിലും ഒരു സത്യത്തിലേക്ക് നിങ്ങൾ അടുക്കുന്നതായ അവസരത്തിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. അത് നിങ്ങളുടെ ഭയത്തെ ഒഴിവാക്കുവാനും ദുഃഖങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള അനാവശ്യമായ മോഹങ്ങൾ, അതായത് ഒരിക്കലും നടക്കില്ല എന്നുള്ള ചില മോഹങ്ങൾ, അത് പിന്നീട് നിങ്ങളെ അലട്ടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. നിരവധിയാർന്ന പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ്. തീർച്ചയായും അപ്രതീക്ഷിതമായ ഒരു പ്രതിസന്ധി തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ നിർണായകമായ ചില കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് ഒറ്റയ്ക്കാണ് എന്ന് ഒരിക്കലും കരുതാൻ നിങ്ങൾ പാടുള്ളതല്ല. എപ്പോഴും ഭഗവാൻ ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്, അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ ചുറ്റും അദൃശ്യമായി ഒരു ശിവ കവചം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സംരക്ഷണം തന്നെയാണ് ആ ശക്തി തീർത്തിയിട്ടുള്ളത് എന്നതാണ് വാസ്തവം. പരീക്ഷണ ഘട്ടവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ ശക്തിക്ക് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ജീവിതത്തെ തീർച്ചയായും അത് എത്ര തന്നെ താഴ്ചയിലാണ് നിങ്ങൾ എങ്കിലും അവിടെ നിന്നും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വീഴ്ചകളിൽ നിന്ന് പോലും നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യമുണ്ട്. പ്രതിസന്ധികളാണ് എങ്കിലും അവയെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് ഒരു കവചം നൽകി സംരക്ഷിക്കുവാനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതൊരു സമയമാണ് എങ്കിലും നിങ്ങളെ ജീവിതത്തിൽ കൈവിട്ടു അല്ലെങ്കിൽ മറ്റുള്ളവർ കൈവിട്ടു എന്ന് തോന്നിപ്പിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് തെറ്റായ ധാരണയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന് നിങ്ങൾ സമർപ്പണം നടത്തി, അതായത് നിങ്ങളുടെ വിഷമങ്ങളാണ് എങ്കിലും പ്രാർത്ഥന, മറ്റ് ആഗ്രഹങ്ങളാണ് എങ്കിലും ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ തീർച്ചയായും ഭഗവാനിലുള്ള ആ വിശ്വാസം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലൂടെ അത് നിങ്ങൾക്ക് മാറ്റങ്ങൾക്കുള്ള അവസരമായി തന്നെ മാറുന്നതാണ്. ഇത്രയും നാൾ നിങ്ങൾക്ക് മുൻപിൽ കൊട്ടിയടക്കപ്പെട്ട
തുറക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നതായ വാതിലുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. വിശ്വാസത്തിന്റെ പ്രതിഫലമായി തീർച്ചയായും അത് നിങ്ങൾക്ക് തുറക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. പുതിയ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. തീർച്ചയായും ഒരു പ്രവാഹം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നത് വാസ്തവമാണ്. ഇപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആത്മീയ ശക്തി ഉയരുന്നതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട്. തീർച്ചയായും ഒരു ഊർജമായി അത് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നതും വാസ്തവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പല വിഷമതകളുമുണ്ട്. അതിലൊന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായ ഭയമാണ്. അതിനെ മാച്ചു കളയുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ഭയങ്ങളെ തരണം ചെയ്ത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുവാനും തടസ്സമായി നിന്നിരുന്ന ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. രഹസ്യമായി സൂക്ഷിക്കാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. വിജയങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. കഷ്ടപ്പാടുകളെ പരാജയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് ഐശ്വര്യമായി ഉയർന്നു വരാൻ സാധ്യതയുള്ള ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എങ്കിൽ അത് തെറ്റായ ധാരണയാണ്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഒരു സംരക്ഷണ കവചമായി ഭഗവാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായും പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ പരീക്ഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ക്ഷമ നശിക്കുവാൻ പാടുള്ളതല്ല. അചഞ്ചലമായ ക്ഷമയോടെയും ശാന്തതയോടെയും നിങ്ങൾ ഈ സമയം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിജയത്തിന് മുൻപുള്ള ഈ സമയം ക്ഷമയുടെ വലിയൊരു പരീക്ഷണം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സന്തുലിതാവസ്ഥ അത് പൂർണ്ണമായും നിങ്ങൾ അനുഭവിച്ചറിയേണ്ടത് അനിവാര്യം തന്നെയാണ്. പഴയ കർമ്മങ്ങളുടെ നിഴലുകൾ കത്തിച്ച് കളയുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ പൂർണ്ണമായും പല വിധത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വാസ്തവം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, അത് കടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് അവസാനിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ കർമ്മം അത് കൃത്യമായ രീതിയിൽ പ്രകാശിപ്പിക്കുവാൻ, അതായത് കർമ്മത്തിലൂടെ ലഭിക്കുന്ന അനുകൂല കാര്യങ്ങൾ അത് നിങ്ങളെ കൂടുതൽ പ്രകാശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു ദൈവികമായ കവചമുണ്ട് എന്ന കാര്യം ഓർക്കുക. അത് പലരും തകർക്കാൻ ശ്രമിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർക്കത് സാധിക്കില്ല എന്നത് വാസ്തവം തന്നെയാണ്. ആർക്കും തകർക്കാൻ കഴിയാത്ത അത്രയും ശക്തമായ ഒരു കവചം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഈ സമയം നിങ്ങൾക്ക് ശാശ്വതമായ അല്ലെങ്കിൽ അത്തരമൊരു വിശ്രമം കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. തളർന്നിരിക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ആ സമയങ്ങളിൽ നിങ്ങളെ പലരും കണ്ടില്ല എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കണ്ണുനീർ കണ്ടില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും പല കാര്യങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പലരും അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നത് വാസ്തവമാണ്. ഏറ്റവും വലിയ സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും അതിനു നേരെ പുഞ്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയായി നിങ്ങളെ പരാമർശിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അപാരമായ ശക്തി ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. തകരാത്ത വിശ്വാസം നിങ്ങളെ എടുത്തു പറയേണ്ടതായ ഒരു പ്രത്യേകത തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ആ പുഞ്ചിരി അല്ലെങ്കിൽ ആർക്കും തകർക്കുവാൻ സാധിക്കാത്ത ആത്മവിശ്വാസം അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നുള്ളതാണ്.
ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം കടന്നു വന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇരുട്ടിൽ നിൽക്കേണ്ടതായ സാഹചര്യം ഉണ്ടാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അനന്തമായ സന്തോഷത്തിൻ്റെയും അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങളോ സമ്പത്തിൻ്റെയോ രൂപത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവതരിക്കാൻ പോകുന്നു എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വിഷമതകൾ അത് തീർച്ചയായും നിങ്ങൾക്ക് ആനന്ദമായി വന്നു ചേരാൻ പോകുന്ന, സന്തോഷമായി വന്നു ചേരാൻ പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. അത് നിങ്ങളുടെ പല വിധത്തിലും സ്വാധീനിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കുവാനും അല്ലെങ്കിൽ പല വിധത്തിലും പല രൂപത്തിലും പല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറുവാനോ പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ ദേവതയ്ക്ക് മുൻപിൽ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും ഫലം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ വലിയ ബലഹീനത എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അചഞ്ചലമാക്കിയിരുന്ന നിങ്ങളുടെ വിശ്വാസത്തെ ചില സമയങ്ങളിൽ മറ്റുള്ളവർ തകർക്കാൻ ശ്രമിക്കുകയും ചില കാര്യങ്ങളിൽ നിങ്ങൾ വീണു പോയതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവർ പറയേണ്ടതായ ചില കാര്യങ്ങൾ അംഗീകരിക്കേണ്ടതായ സാഹചര്യം വരികയും അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ സമയം തീർച്ചയായും ഭഗവാന്റെ നിയന്ത്രണത്തിലുള്ള നിങ്ങൾക്ക് അന്തിമമായ വിജയത്തിലേക്ക് അല്ലെങ്കിൽ ദൈവികമായ ഭഗവാന്റെ കരങ്ങളാൽ എഴുതിയിരിക്കുന്ന ആ വിജയത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായും മറ്റുള്ളവർക്ക് നിങ്ങളുടെ മുൻപിൽ അടിയറവ് പറയേണ്ടതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി, വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം പൂർണ്ണമായ സമർപ്പണമാണ് ഈ സമയം ആവശ്യമായിട്ടുള്ളത്. ഈ സമയം ആലസ്യം പോലുള്ള കാര്യങ്ങൾ അത് പൂർണ്ണമായും ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ശാശ്വതമായ ചില പരിഹാരങ്ങളോ ശാശ്വതമായ ചില മാറ്റങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് തീർച്ചയായും പ്രകാശത്തോടെ അല്ലെങ്കിൽ വളരെയധികം ഐശ്വര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ഈ സമയം നിങ്ങളുടെ ചുവടുവയ്പ്പുകൾ അത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതല്ല എങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അത് ചില വിഷമതകൾക്ക് കാരണമായി തീരും. ഈ സമയം ചില കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാൻ തന്നെ നിങ്ങളെ ചില കാര്യങ്ങൾക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ മുൻപ് കണ്ണീര് വീണ ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായി ബന്ധപ്പെട്ടാകാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്ന ചില വിഷമതകളിൽ നിന്നും ഒരു മോചനം സാധ്യമാകാവുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതാണ്. ഈ സമയം നിങ്ങളുടെ പ്രാണനിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ ഒരു നിമിഷം തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. നിങ്ങൾ തീർച്ചയായും കണ്ണുകൾ അടച്ച് വളരെയധികം ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളോടും മുൻപുണ്ടായിരുന്ന പല കാര്യങ്ങളോടും ഭ്രമം കുറഞ്ഞു വരുന്നതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ചില വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനോ അവരിൽ നിന്നും അകലം പാലിക്കുവാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പണ്ട് നിങ്ങളെ ആകർഷിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളെ ആകർഷിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ആഴത്തിൽ ചിന്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ വ്യക്തിത്വം തന്നെ മാറുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് മുൻപിൽ ഇരുട്ടായിരുന്നു എന്നതാണ് വാസ്തവം. ആ അന്ധകാരത്തിൽ നിന്നും നിങ്ങൾക്ക് വെളിച്ചത്തിലേക്കും പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നതായ സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. നിങ്ങൾക്ക് മുൻപിൽ പല കാര്യങ്ങളും പലരും തടസ്സപ്പെടുത്തിയിരുന്നു എന്നത് വാസ്തവമാണ്. ചില സമയങ്ങളിൽ നിങ്ങൾ
പല വ്യക്തികളോടും സഹായം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയങ്ങളിൽ നിങ്ങൾ മുട്ടി വിളിച്ച വാതിലുകൾ തുറക്കപ്പെട്ടില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു മാറ്റം അനിവാര്യം തന്നെയാണ്. പെട്ടെന്നൊരു ഭാഗ്യം കടന്നു വരുന്ന ദിവസമായി തന്നെ ചില കാര്യങ്ങൾ മാറാം. ചില കാര്യങ്ങൾ നിങ്ങളുടെ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയൊരു അധ്യായം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ പൂർണ്ണമായും ഗ്രഹിക്കുവാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനും സാധിക്കും. ക്ഷമയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം അത് വീണ്ടും നിങ്ങളിലേക്ക് പല കാര്യങ്ങളുമായി സൂചനകളുമായും കടന്നു വരുന്നു എന്നുള്ളതാണ്. പരിവർത്തനം സാധ്യമാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങൾക്ക് മുൻപിലുള്ളത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പല കാര്യങ്ങൾക്കും ഒരു ഉത്തരം ഉണ്ടായിരുന്നില്ല എന്നത് വാസ്തവമാണ്. എന്നാൽ ഇനിയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരവും നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം വിചിത്രമായ അല്ലെങ്കിൽ അത്തരത്തിൽ ഭയപ്പെടുന്നതായ ചില കാര്യങ്ങളെ മറികടക്കുവാനും നിങ്ങൾക്ക് തീർച്ചയായും ഒരു വാക്കിലൂടെ പോലും ഭാഗ്യാനുഭവം തെളിയുന്നതായ സാഹചര്യം വന്ന് ചേരാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ അധ്വാനം അത് ഫലം കാണാതെ പോകില്ല എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ തടസ്സപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ചുറ്റിയിരിക്കുന്ന ആ ചങ്ങലകൾ ഭേദിക്കുവാൻ സാധിക്കുന്ന പൊട്ടാൻ തുടങ്ങുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങൾ കുതിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അംഗീകാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പരിഗണനയ്ക്കായി നിങ്ങൾ കുതിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അതിൽ കൃത്യമായ വിലയിരുത്തലുകൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അർത്ഥശൂന്യമായി തോന്നുന്ന പല കാര്യങ്ങളും ഈ സമയം ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ആത്മീയപരമായ ഊർജം അത് നിങ്ങളിൽ വർദ്ധിക്കുന്ന സമയമാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചിന്തകളെയും വികാരങ്ങളെയും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി ശീലങ്ങളിൽ പോലും മാറ്റങ്ങൾ കൊണ്ടുവന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം നിശബ്ദത തേടി നിങ്ങൾ പോകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. കൂടാതെ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം വളരെ ശുദ്ധിയായി കാര്യങ്ങളെ വളരെ ശുദ്ധിയായി തന്നെ പല കാര്യങ്ങളെയും നിലനിർത്തുവാനും നിങ്ങളുടെ ജീവിതത്തിലെ ഭഗവാൻ നൽകുന്നതായ ഉൾവിളിക്കനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കും. ആത്മീയപരമായി നോക്കുകയാണ് എങ്കിൽ ഇത് അതിശക്തമായ ഊർജവും നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരങ്ങളെല്ലാം അദൃശ്യമായ ഭഗവാന്റെ കരങ്ങളാൽ ഒഴിവാക്കപ്പെടുന്ന സമയം. തീർച്ചയായും ഈ സമയം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യത്തോടെ മുന്നോട്ട് നീങ്ങൂ.